അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ നോക്കിയപ്പോഴേ ഒരു ബേസ് എന്തായാലും ഒരു സംഭവം വേണം, ഒരു ഫോക്കസ് വേണമല്ലോ അല്ലേ? അല്ല, ഞാൻ മതിലാന്ന് വിചാരിച്ച് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ. നിങ്ങൾ രണ്ടുപേരും കൂടി പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. അല്ല, ഈ ഒരു കാര്യം ഞാൻ ഒന്നും നോക്കണ്ട, തകർത്തോ. അടിത്തറ കിട്ടിയിട്ടില്ലേ, ഇനി കിടക്കട്ടെ. മാത്രമല്ല ഇതാവുമ്പോ വഴി കിടക്കുന്നില്ല നമുക്ക് ഫീല്. നാട്ടിലുള്ള സോഷ്യൽ മീഡിയക്കാരെ മുഴുവൻ കയറിച്ചേക്കാൻ. അല്ല, അത് മാത്രല്ല എന്ത് വേണേലും പറയാനുള്ള ബന്ധമുണ്ടല്ലോ. പിന്നെ എത്ര വർഷമായി. അല്ല, എന്റെ അപ്പന്റെ ആഗ്രഹം നടത്തി തന്നത് ശ്രീകണ്ഠൻ സാറാണ്, അതറിയോ? കാരണം എന്റെ അപ്പന്റെ ആഗ്രഹം ഞാൻ അറിയാത്ത കാര്യങ്ങൾ ടിനിയുടെ ജീവിതത്തിലുണ്ട്. എന്റെ അപ്പന്റെ ആഗ്രഹം എന്നെ വക്കീലായി കാണണമെന്നായിരുന്നു. പക്ഷെ ജഡ്ജായി കണ്ട് കോമഡി ഷോ ജഡ്ജിയായി. കോമഡി ഷോ ജഡ്ജിയാക്കി. അത് സാറാണ് LLB പരീക്ഷ കഴിഞ്ഞിട്ട് അമേരിക്കയിലോട്ട് പോയെന്ന് പറഞ്ഞു. അതെ അതെ, ഇവിടെ നിൽക്കാൻ കൊള്ളത്തില്ല, മനസ്സിലായോ? അതുകൊണ്ടല്ല, നീതിന്യായ വ്യവസ്ഥയിൽ പുള്ളിക്ക് വിശ്വാസമില്ല. എന്തായിരുന്നു അമേരിക്കയിലേക്കുള്ള യാത്ര പെട്ടെന്ന്? അതിൽ ലാലേട്ടന്റെ ഒപ്പം ഒരു ചാൻസ് കിട്ടിയപ്പോ അവിടെ ചാടി കയറിപ്പോയി. ടിനിയുടെ മകൻ ടിനി എന്താ വിളിക്കുന്നത്? ടിനി തന്നെയാണ്. ടിനിന്നാ കുറെ ടിനി ഏറ്റവും വലിയൊരു ആഗ്രഹം പങ്കുവെച്ചെന്നറിഞ്ഞു. എന്റെ മകൻ എന്തെങ്കിലും ഒരിക്കൽ എന്നെ പപ്പ എന്നൊന്ന് വിളിക്കണം. ഇതുവരെ നടന്നിട്ടില്ല. വേറൊന്നും വിളിക്കുന്നില്ല, പേര് വിളിക്കുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇപ്പൊ അത്രയെങ്കിലും വെച്ച് നിൽക്കുന്നു അല്ലേ? അജയ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും വീട്ടില് പറഞ്ഞിട്ടുണ്ടോ? കുട്ടിക്കാലം തൊട്ട് അവൻ അങ്ങനെ വിളിച്ചു. അവന് ഫ്രണ്ടിനെ വേണം എന്നായിരുന്നു ആഗ്രഹം. ഒരു മകനാണ്. അപ്പൊ ഒരു ഫ്രണ്ട് കാര്യമാണ്. ഒരു പിതാവിന് ഫ്രണ്ട് ആവാൻ പറ്റൂ. അങ്ങനെ ആവാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ലൈനിലാണ് പോകുന്നത് നമ്മള്. അപ്പൊ എന്തും തുറന്നു പറയാം, എന്തും സംസാരിക്കാം. പുറത്തൊക്കെ പറയുമ്പോ അപ്പൻ പപ്പ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ എന്നെ വിളിക്കുമ്പോ ടിനി എന്ന് പറഞ്ഞു വിളിക്കുള്ളൂ. ഇപ്പൊ എന്റെ ഇളയ മോള് 1 വയസ്സ് കഴിഞ്ഞോളൂ. എന്ത് ടോയ്സ് കിട്ടിയാലും ആദ്യം എന്റെ കയ്യിൽ കൊണ്ട് തരും. കളിക്കാൻ ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരിയുടെ. ആ ഒരു ഇതിലാണ്. പിന്നെ കുറച്ച് മൂത്ത മോളും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അച്ഛന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. അജയ് ശരിയുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ പഴയ കോമഡിക്ക് വിൽക്കാൻ ഇത്തിരി പാടാ. എന്നാലും കോമഡിക്ക് ഒരു അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്, ഒരു വലിയൊരു അംഗീകാരം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വാർത്താ ചാനലിലൊക്കെ നമുക്ക് കോമഡി പറയാതെ വാർത്ത പറയാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ട്. അല്ല, വാർത്താ ചാനലിലെ കോമഡി ആണല്ലോ. അവര് കൈയടിക്കുന്നു. ഒന്ന് നല്ല ആദ്യം കൈയടിച്ചോളൂ. ഉഗ്ര സ്റ്റേറ്റ്മെന്റാ. ബ്രേക്കിംഗ് ന്യൂസ്, വാർത്താ ചാനലിലെ കോമഡിയാണെന്ന് പക്രു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരു 5-6 ചാനലുകൾ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ സർഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. മൊത്തം കൺഫ്യൂസ്ഡ് ആവും. മാത്രമല്ല എവിടെയാണ് സത്യം, എന്താണ് ഇതിനകത്ത് പക്രു ഒരിക്കലും അങ്ങനെ കാണരുത്. ഒരു 5-6 ചാനലോ 5-6 പത്രം ഒന്നിച്ച് വായിച്ച വട്ടായി പോകും മനുഷ്യൻ. അല്ല, നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഭവങ്ങളെ കുറിച്ചിട്ട് സത്യസന്ധമായ ഒരു കാര്യം എന്തായിരിക്കും, എവിടെ ആയിരിക്കും, എന്താണെന്നൊക്കെ അറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് ഒരേ വാർത്തകൾ പലതരത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു നല്ല കോമഡിയാണ്. ആരും സംശയമില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ വാർത്താ ചാനലുകളായിരിക്കും. പക്ഷേ ഈ വാർത്താ ചാനലൊക്കെ ഇരുന്ന് കാണുമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചില സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാറിന്റെ മോർണിംഗ് ഷോ കാണും. ഇങ്ങനെ ആലോചിക്കും, അങ്ങേക്ക് എങ്ങനെ ഇതിന് പറ്റുന്നു. അല്ല, 6 മണി തൊട്ട് 10 മണി വരെ മോർണിംഗ് ഷോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓഫീസിലെ കാര്യങ്ങൾ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകുന്നു നോക്കണം. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം കഴിഞ്ഞ് ഒരു ഇത്തിരി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഒരു കോടി വിത്ത് കോമഡി. ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയല്ലേ? ഇപ്പൊ നമ്മള് വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താ പറയുക പക്രു? മലയാള ടെലിവിഷനിലെ ബംഗാളി കായികാധ്വാനമാണല്ലോ ഇത്. കഠിനാധ്വാനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു രസമാണ്. നമ്മൾ പിള്ളേർ സെറ്റുമായിട്ടാണ് കളിക്കുന്ന കാര്യം. പ്രായം ആകുന്നില്ല നമുക്ക് തോന്നലുണ്ടാവും. ഇതിനിടയ്ക്ക് ജിമ്മിൽ പോകാറുണ്ടോ സാറ്? പിന്നെ അതുകൊണ്ടല്ലേ ഇതൊക്കെ സമയം നമ്മൾ ഉറക്കത്ത് ജിമ്മി പോവും. അങ്ങനെ ഇപ്പൊ സംഭവിച്ചോളൂ. അങ്ങനെയുണ്ട്. ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് പറയാം പക്രു. അത് തമാശക്ക് പറയുന്നതല്ല. അതായത് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ശീലമാക്കിയല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഈ സാറിന് ഒരു വന്നിരിക്കുന്ന ഒരു മാറ്റം, വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് മാറ്റം വരാത്ത 3 കാര്യങ്ങളൊന്നും മമ്മൂക്കനെ, പിന്നെ ശ്രീകണ്ഠൻ സാറ്, പിന്നെ പക്രുവാണ്. ഒന്നിലും മാറ്റം വന്നിട്ടില്ല. എന്റെ ഹൈറ്റിന്റെ കാര്യം. പക്ഷെ സാറ് ഈ ചാട്ടം അങ്ങ് നിർത്തി. പണ്ട് ഇങ്ങനെ എന്താ ടിനിയൊക്കെ എത്രയോ തവണ അതൊന്നും ഞാൻ ആസ്വദിക്കട്ടെ. അല്ല, ഞാൻ മാന്യ പ്രേക്ഷകർക്ക് നമ്മൾ തമ്മിൽ എന്താ പരിപാടിയിലേക്ക് ഇങ്ങനെ നിൽക്കാണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ. അതല്ല, ഈ ഒരാൾ എന്നോട് ചോദിച്ചു, വഴി വെച്ചിട്ട് ചോദിച്ചേ, പ്രായമൊക്കെ ആയില്ലൂടോ, ഇങ്ങനെ കിടന്ന് ചാടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് മേലോട്ടല്ലേ ക്യാമറയിൽ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ ചാടേണ്ട കാര്യമില്ല. പക്ഷെ ചില സമയത്ത് ചിലപ്പം ഈ പഴയ പ്രേക്ഷകരുണ്ടല്ലോ, നമ്മുടെ ഈ മോർണിംഗ് ഷോ ഒക്കെ കാണുന്നവർ, അവർ ഈ നമ്മൾ തമ്മിൽ കണ്ട് ശീലിച്ച ആൾക്കാർ പറഞ്ഞു ആ പഴയ ചാട്ടത്തിൽ നിൽക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മോർണിംഗ് ഷോ ഫുൾ പഴയ നമ്മൾ തമ്മിൽ മോഡൽ ചെയ്യുന്നു. ഫുൾ ചാട്ടമായിരിക്കും.
അങ്ങനെ ചാടി ഇങ്ങനെ ചാടി അങ്ങ് നമ്മൾ അല്ല കുറച്ചൊന്ന് ചാടി ഇലക്ഷന്റെ ഇതിൽ കുറച്ച് election, ആ. അഫ്കോഴ്സ് ചാടി മറ്റുള്ള ചാനലുകാർ ചാടി നല്ല ആവേശമായിരുന്നു അത്. ആ ഇത് കുഴപ്പമെന്നറിയോ അജയ ഇത് വാശിയും വൈരാഗ്യവും വന്നിട്ടുണ്ടല്ലോ ഇപ്പോ അജയൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴേ അജയൻ പിറകിലാണെന്ന് അവരടിക്കും. നമുക്ക് ടെൻഷനാവും. നമ്മൾ വിചാരിക്കുമ്പോ നമ്മൾ പറഞ്ഞാൽ തെറ്റെന്ന് അങ്ങനെയുള്ള ഒരു കാലം. അപ്പൊ പിന്നെ അവിടെ ചാടിപ്പോവും, ഒരുവിധമുള്ളവരെല്ലാം ചാടിപ്പോവും. അല്ല ശരിക്കും ഇലക്ഷന്റെ സമയത്ത് സാറിന് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥി എന്തായാലും ഉണ്ടാവും, മനസ്സിലുണ്ടാവും. അതെ. പക്ഷെ മറ്റേ സ്ഥാനാർത്ഥി ആയിരിക്കും ലീഡ് ചെയ്യണത്. അപ്പൊ ആ സ്ഥാനാർത്ഥിനെ പുകഴ്ത്തി തന്നെ സാർ ഇല്ല, അങ്ങനല്ല. അതിനകത്ത് എന്തോ തീരുമാനം എടുത്തറിയോ, നമ്മൾ വിജയിച്ചവരുടെ കൂടാ. എത്ര അടുപ്പമായാലും ഇപ്പൊ നമുക്കെന്ന് വെച്ചാൽ ഒരിക്കലും ജയിക്കത്തില്ലെന്ന് കഴിഞ്ഞ ഇലക്ഷൻ തീരുമാനിച്ച ഒരാൾ ജയിച്ചു. ഞാൻ ആഘോഷിച്ചു, സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ പിന്നല്ലാതെ. 48,000 വോട്ടിന് എന്റെ അണ്ണോ ചേട്ടാന്നൊക്കെ പറഞ്ഞ കുഴപ്പമാക്കി. അയാൾ ഞെട്ടിപ്പോയി. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നോട് ഇത്രയും സ്നേഹം 48,000 വോട്ട് എന്ന് പറഞ്ഞാൽ ഏതാ ആളായിരിക്കും? ക്ലൂ എന്താണ്? എനിക്കറിയാലോ. സൂക്ഷിക്കണം. അത് പക്രൂന് പെട്ടെന്ന് പിടികിട്ടി കാണും എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ.